ദേശീയ ജനാധിപത്യ സഖ്യം ഇരു മുന്നണികളെയും അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പച്ചയായ വർഗീയ പ്രചരണമാണ് നടക്കുന്നത്. വടകരയിൽ രണ്ട് മുന്നണികളും മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ്. ഇത്രയും കാലത്തെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. ഇത് ഈമാന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസുകാർ വോട്ട് പിടിക്കുന്നത്. ഞങ്ങൾ ദീനിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസുകാർ വോട്ട് പിടിക്കുന്നത്. UDFന് ഇത്രയും ഒരു അധപ്പതനം, ദീനിന്റെ കുഞ്ഞ്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ടീച്ചറൊക്കെ വലിയ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്നവർ. പച്ചയായ വർഗീയതയാണ് അവിടെ നടക്കുന്നത്. രണ്ട് മുന്നണികളെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ NDAയുടെ മുന്നേറ്റം. അതുകൊണ്ട് പച്ച വർഗീയത ഉപയോഗിക്കാൻ വീടുകൾ കയറിയും കുടുംബയോഗങ്ങളിലും രണ്ട് മുന്നണികളും വർഗീയതയാണ് പറയുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളെ ഭയാശങ്കയിലാക്കി വോട്ട് പിടിക്കുക എന്നുള്ള പതിവ് തന്ത്രം ഇത്തവണ വിലപ്പോവില്ല കേരളത്തിൽ. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും മുഴങ്ങിക്കേർക്കുന്ന ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ. ഇപ്പോൾ രാമമന്ത്രം പോലെ മോദി മോദി മോദി. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അത് ജനങ്ങളെ സംബന്ധിച്ച് ഇത്തവണ NDAക്ക് അനുകൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. തീർച്ചയായിട്ടും വയനാട്ടിൽ ഞങ്ങൾ ഈ പ്രചാരണം ആരംഭിച്ച ദിവസം മുതൽക്ക് നിങ്ങൾ കാണുന്നതാണ്. ഇത് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു പ്രതികരണമാണ്. ഞങ്ങൾ എന്തെങ്കിലും കൃത്രിമമായി സൃഷ്ടിക്കുന്നതല്ല. ഇത് എല്ലായിടത്ത് ചെല്ലുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ നകാരാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിനെതിരായിട്ട്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്കെതിരെ, അദ്ദേഹം വഞ്ചിച്ചതിനെതിരെ വലിയ വികാരം അലയടിക്കുകയാണ് ഓരോ ഗ്രാമത്തിലും. LDF ആണെങ്കിൽ അതിന് അവരുടെ മുന്നണിയിൽ തന്നെയുള്ള ആളാണ്. അതുകൊണ്ട് ആ വികാരം, രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വികാരം, ശക്തമായിട്ടുള്ള ജനവികാരം, വയനാട്ടിലെ വികസന പ്രതിസന്ധി പൂർണ്ണമായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാണ്. ഇനി മോദി വിചാരിച്ചാൽ മാത്രമേ വയനാട്ടിൽ വികസനം ഉണ്ടാവൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നു.